ദേവരാഗം രചനാ സംഭാഷണം മൈഥിലി മിത്രഭാഗം 76. നീ പറഞ്ഞാൽ ഞാനങ്ങ് വിശ്വസിക്കണം അല്ലേടാ? ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോഴേക്കും നീ അവിടെ ഭർത്താവായെന്ന്. ഈ കഥയൊക്കെ നിന്നെ പോലെ പട്ടിക്കാട്ട് കിടക്കുന്ന വല്ലവരോടും പോയി പറയേ. നന്ദിത മഹാദേവനെ നോക്കി പല്ലിഞ്ഞിരിച്ചു. അവർക്ക് അത്രയ്ക്ക് അമർഷവും ദേഷ്യവും ഒരുപോലെ വന്നിരുന്നു. കല്യാണ നിശ്ചയത്തിൻ്റെ ഡേറ്റ് വരെ എടുത്ത പെണ്ണാണ്. അവളാണ് ഈ ദാരിദ്ര്യം പിടിച്ച വീട്ടിലെ മാഷിനെ കയറി പ്രേമിച്ചത്. ഇന്ന് രാവിലത്തെ ഫ്ലൈറ്റിന് കയറി പോകാൻ വേണ്ടി തന്നെയാണ് അവളെ പിടിച്ചൊരു മുറിയിൽ പൂട്ടിയിട്ടത്. പക്ഷെ അസത്ത് അതിന് ശ്രമിച്ചെന്ന്. അതുകൊണ്ട് മാത്രമാണ് തൻ്റെ അമ്മയ്ക്ക് ഇവളുടെ കൂടെ ഇരിക്കുവാനുള്ള അനുവാദം പോലും കൊടുത്തത്. പക്ഷെ തൻ്റെ കണ്ണൊന്ന് തെറ്റിയപ്പോഴേക്കും തൻ്റെ അച്ഛനും അമ്മയും തന്നെ അവളുടെ കൂടെ കൂടി ചതിച്ചിരിക്കുന്നു. നന്ദിതയുടെ കണ്ണുകളിൽ മഹാദേവനെ ചുട്ട് ചാമ്പലാക്കുവാനുള്ള ദേഷ്യമുണ്ടായിരുന്നപ്പോൾ. വിശ്വസിക്കണമെന്ന് എനിക്ക് പ്രത്യേകിച്ച് നിർബന്ധമൊന്നുമില്ല. ഇവിടുത്തെ ദേവീക്ഷേത്രത്തിലെ രജിസ്റ്റർ വേണമെങ്കിൽ പരിശോധിക്കാം. മഹാദേവൻ്റെ ശബ്ദം പൊടുന്നനെ മംഗലത്ത് വീടിൻ്റെ സിറ്റൗട്ടിൽ മുഴങ്ങി കേട്ടു. അപ്പോഴും അവൻ്റെ മുഖത്ത് ശാന്തതയായിരുന്നു. ഇതല്ല ഇവിടെ കളിയായിരിക്കും ആൻറ്റി. നമ്മുടെ വൈശാഖിയെ പറഞ്ഞ് പാട്ടിലാക്കി അവളെ കൊണ്ട് ചെയ്യിച്ചതായിരിക്കും ഇതൊക്കെ. ഒരു താലിയിലും സിന്ദൂരത്തിലും ഒക്കെ എന്തിരിക്കുന്നു? വലിച്ചു പൊട്ടിച്ചിട്ട് അവളെ പിടിച്ചു കൊണ്ടുവരാൻ നോക്കാനുള്ളേന്. വൈശാഖിയെ നഷ്ടപ്പെട്ടു പോകുന്ന കാര്യം ദീപക്കിന് ചിന്തിക്കാൻ പോലും പറ്റുന്നതായിരുന്നില്ല. അവളിവനി മഹാദേവനെ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞാലും അവളെ കൂട്ടിക്കൊണ്ടു പോകാൻ അവൻ ഒരുക്കായിരുന്നു. കാരണം എപ്പോഴൊക്കെയോ വല്ലാതെ ആഗ്രഹിച്ചു പോയതാണ് അവളെ. അത് മാത്രമല്ല, അവളെ കെട്ടിയാൽ വന്നു ചേരുന്ന കോടിക്കണക്കിന് ആസ്തി വിട്ടുകളയുവാൻ അത്ര മണ്ടനായിരുന്നില്ല അവൻ. 4-5 മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളുടെ ഒരേ ഒരു അവകാശിയാണ് പെണ്ണ്. അങ്ങനെയുള്ള മാണിക്യത്തെ കളഞ്ഞു കുളിക്കുവാൻ ദീപകിനെ പോലുള്ള ഒരുവൻ എങ്ങനെ തയ്യാറാവാനാ? അവിടെ കഴുത്തി കിടക്കുന്ന താലി വലിച്ചു പൊട്ടിച്ചിട്ട് ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ നീ കൊണ്ടുക്കോ ദീപക്കെ. അല്ലെങ്കിൽ തന്നെ നിന്നെ പോലുള്ള എച്ചുകൾ അന്യൻ്റെ ഭാര്യയെ ആശിച്ചതിൽ കുറ്റം പറയാനൊക്കില്ല. മഹാദേവൻ വൈശാഖിയുടെ മുൻപിൽ നിന്ന് മാറി ഒരു വശത്തേക്ക് നീങ്ങി നിന്നു. എടാ, അവളെ ജനിപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ അവളെങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കാനും എനിക്കറിയാം. അല്ലെങ്കിൽ ഇല്ലാതാക്കി കളയും ഞാൻ. നിന്നെപ്പോലുള്ളവൻ്റെ ഈ പട്ടിക്കൂട്ടിൽ എൻ്റെ മോളെ വാഴിക്കാൻ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കില്ല. രാജശേഖർ അതും പറഞ്ഞുകൊണ്ട് വൈശാഖിയുടെ നേരെ കുതിച്ചു. മഹാദേവൻ അത് കയ്യും കെട്ടി നോക്കി എന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ അവളുടെ താലിയിൽ പിടിക്കുവാനായി കൈ ഉയർത്തിയത് മാത്രമേ രാജശേഖരന് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. ആരോ തള്ളിയ തള്ളലിൽ അയാൾ ഊക്കോടെ പിന്നിലേക്ക് വേയിച്ചുപോയി. എടി, നീ എന്നെ തള്ളും അല്ലെടി? ഇല്ലാതാക്കി കളയുവടി നിന്നെ. ഒരു വിധത്തിൽ കാലുകൾ നിലത്തുകുത്തി വീഴാതെ ബാലൻസ് ചെയ്ത് നിന്ന രാജശേഖർ തന്നെ തള്ളിയിട്ടിട്ട് താലിയെ കൈവെള്ളയിൽ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് നിൽക്കുന്ന വൈശാഖിയായിരുന്നു കണ്ടത്. തള്ളും? എൻ്റെ താലിയെ തൊട്ടാൽ ഞാൻ നിങ്ങളെ തള്ളും. അല്ലെങ്കിൽ എന്നെ ഇല്ലാതാക്കി കളഞ്ഞോളൂ. എന്തായാലും ഞാൻ ഇനി നിങ്ങളുടെ കൂടെ ഇല്ല. എൻ്റെ വീടിതാ, എൻ്റെ വീട്ടുകാർ വരും. എപ്പോഴും അയാൾക്ക് മുൻപിൽ പേടിച്ചു വിറച്ച് നിന്നവളുടെ ശബ്ദം വീണ്ടും ഒരു വട്ടം കൂടി ഉയർന്നു. ഇത്തവണ അവളുടെ ഭാവമാറ്റത്തിൽ ദീപക് പോലും ഞെട്ടിപ്പോയിരുന്നു. നന്ദിതയും രാജശേഖർക്കും പത്തിക്ക് കിട്ടിയ അടിയായിരുന്നത്. പക്ഷെ അവരാരും ചിലപ്പോൾ ചിന്തിച്ചു കാണില്ല, ഇത്രയും നാളും തങ്ങളുടെ ആജ്ഞകൾ മാത്രം അനുസരിച്ച് സ്വന്തം ഇഷ്ടങ്ങളൊക്കെ മനസ്സിൽ പൂട്ടിവെച്ച് 19 വർഷങ്ങൾ ബാംഗ്ലൂരിലെ ഒരു ഫ്ലാറ്റ് മുറി തൻ്റെ ലോകമെന്ന് കരുതി ജീവിച്ച മകൾ എന്തുകൊണ്ട് താങ്കൾക്കെതിരായി ഇങ്ങനെ സംസാരിക്കുന്നുവെന്ന്. ജന്മം കൊണ്ടല്ലെങ്കിലും കർമ്മം കൊണ്ട് തന്നെ സ്നേഹിക്കുന്ന ഒരു കുടുംബം മുഴുവൻ തനിക്ക് പിന്നിലായുള്ളെന്നൊരു ധൈര്യമായിരിക്കാം അവളെ കൊണ്ട് അതൊക്കെ പറയിപ്പിച്ചത്. കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന താലിയുടെയും നെറുകയിൽ തൻ്റെ പ്രാണൻ തൊട്ട് തന്ന സിന്ദൂരത്തിൻ്റെയും പവിത്രമായ ശക്തിയായിരിക്കും ചിലപ്പോൾ അവളെ കൊണ്ട് അങ്ങനെയൊക്കെ എതിർത്ത് പറയാൻ ധൈര്യം കൊടുത്തു കാണും. കഴിഞ്ഞ 19 വർഷങ്ങൾ സ്വന്തം അച്ഛനമ്മമാരിൽ നിന്നും ഒരിറ്റ് സ്നേഹം കിട്ടാതെ, വാത്സല്യം നുകരാതെ, സ്വന്തം മുറിയുടെ 4 ചുവരുകൾക്കുള്ളിൽ നരകജീവിതം നയിച്ചൊരുവളുടെ സങ്കടങ്ങളായിരിക്കും അവളെ ശബ്ദമുയർത്താൻ പ്രേരിപ്പിച്ചത്. അതിലൊക്കെ ഉപരി ബാലുവിൻ്റെയും ലക്ഷ്മി അമ്മയുടെയും മുത്തശ്ശിയുടെയും വിഷ്ണുവിൻ്റെയും ഒക്കെ സ്നേഹം നഷ്ടപ്പെട്ടു പോകുമോ എന്നൊരു ഭയമായിരിക്കും അവളിൽ ധൈര്യം ഉണ്ടാക്കിയത്. അല്ലെങ്കിൽ ദീപകിനെ പോലുള്ള ഒരു ചെന്നായുടെ കൂടെയുള്ള ജീവിതത്തെക്കുറിച്ച് ഉള്ള പേടിയായിരിക്കാം. നീ
നീ ഇവരുടെ കൂടെ കൂടി സ്വന്തം അച്ഛനെ അമ്മയും ചതിക്കുകയാണ്. നിന്നെ ഒരു രാജകുമാരിയെ പോലെ വളർത്തിയതിന് ഞങ്ങൾ ഇതൊക്കെ കേൾക്കണം. രാജശേഖരന് പിന്നീട് സ്വയം നിയന്ത്രിക്കുവാൻ പറ്റിയില്ല. അയാൾ വൈശാഖിയുടെ നേർക്ക് ദേഷ്യത്തോടെ വിരൽ ചൂണ്ടി. നിങ്ങൾ എന്നെ രാജകുമാരിയെ പോലെയാണോ അച്ഛാ നോക്കിയത്? മകളെ പോലെ വേണ്ട, അറ്റ്ലീസ്റ്റ് എന്നെ ഒരു മനുഷ്യജീവിയായിട്ടെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കുറെ കാശ് ചെലവഴിക്കാൻ തന്നതുകൊണ്ട് മാത്രം ഞാൻ നിങ്ങളുടെ രാജകുമാരി ആകുമോ അച്ഛേ? എന്നെ ഒന്ന് സ്നേഹിച്ചിട്ടുണ്ടോ നിങ്ങൾ? ജനിച്ചത് പിന്നെ എൻ്റെ കൂടെ ഒന്ന് ഇരുന്നിട്ടുണ്ടോ നിങ്ങൾ? എന്നോട് സ്നേഹത്തോടെ ഒരു വാക്ക് സംസാരിച്ചിട്ടുണ്ടോ? എനിക്കെന്താണ് ഇഷ്ടമെന്നോ എന്താണ് ഇഷ്ടമില്ലാത്തതെന്നോ നിങ്ങൾക്കറിയാവോ? അതൊക്കെ പോട്ടെ, മക്കൾക്കൊരു കുഞ്ഞു പനി വന്നാൽ പോലും സാധാരണ അമ്മമാർ രാത്രി പകലാക്കി അവരുടെ കൂടെ ഇരിക്കും. ഇന്നേ വരെ നിങ്ങൾ ഒരു ദിവസമെങ്കിലും എന്നെ അങ്ങനെ ഇരുന്നൊന്ന് നോക്കിയിട്ടുണ്ടോ? ഒന്നും ചെയ്തിട്ടില്ല, ഒന്നും. വയ്യാതാവുമ്പോഴൊക്കെ എത്ര കൊതിച്ചിട്ടുണ്ടെന്ന് അറിയോ ഞാൻ? എൻ്റെ അമ്മ എൻ്റെ അടുത്തൊന്ന് വന്നിരുന്നെങ്കിലെന്ന് എത്ര വട്ടം രാത്രി ഞാൻ പേടിച്ച് ഞെട്ടിയിടുന്നിട്ടെന്ന് അറിയോ നിങ്ങൾക്ക്? അന്ന് ആ വലിയ ഫ്ലാറ്റിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നു, ആരും കൂടെയില്ലാതെ പേടിച്ച് വിറച്ച് അമ്മയെന്നും കരഞ്ഞ് നിലവിളിച്ച് ഞാൻ ഒറ്റയ്ക്കായിരുന്നു. സത്യം പറഞ്ഞ ഞാനെന്നൊരു മകൻ നിങ്ങൾക്കുണ്ടെന്ന് ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല. നിങ്ങൾക്ക് എപ്പോഴും തിരക്കുകളായിരുന്നു, ജോലിത്തിരക്ക്, രാവെന്നോ പകലെന്നോ ഇല്ലാത്ത തിരക്ക്. കാശിന് വേണ്ടിയും ബിസിനസ്സിന് വേണ്ടിയുള്ള തിരക്കി നിങ്ങൾക്ക് ഞാൻ ഒന്നും അല്ലായിരുന്നു. ആരോടും ഒന്നും മിണ്ടാൻ സമ്മതിക്കാതെ, ഒന്ന് കൂട്ടുകൂടാൻ പോലുള്ള അവകാശം പോലും തരാതെ എന്നെ തടവിലിട്ട് വളർത്തുവല്ലായിരുന്നോ നിങ്ങൾ? വൈശാഖി കിതച്ചു പോയിരുന്നു. ഒരച്ഛൻ എങ്ങനെ ആവണമെന്നും ഒരമ്മയുടെ സ്നേഹവും വാത്സല്യമൊക്കെ അറിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്നിട്ടാ. എനിക്ക് കിട്ടാക്കനിയായ സ്നേഹവും കരുതലും എനിക്ക് കിട്ടിയത് ഇവിടെ നിന്ന. എൻ്റെ അച്ഛനും അമ്മയും ഇവരാ, അല്ലാതെ നിങ്ങളല്ല. എനിക്ക് നിങ്ങളെ വേണ്ട. നിങ്ങൾ പറഞ്ഞില്ലേ എന്നെ നിങ്ങൾ ഇല്ലാതാക്കി കളയുന്നു. എന്നെ ജനിപ്പിച്ചവർ അപ്പോഴേ മരിച്ചുപോയി. ഇനി എന്നെ തിരക്കി ഇങ്ങോട്ട് വരരുത്. ഞാൻ നിങ്ങളുടെ കൂടെ വരില്ല. എനിക്ക് പേടിയാ നിങ്ങളെയൊക്കെ. എനിക്കിനി ആ ഒറ്റപ്പെട്ട ജീവിതം വേണ്ട. അനുഭവിക്കാവുന്നതിൻ്റെ മാക്സിമം ഞാൻ അനുഭവിച്ചു. ഇനി എനിക്ക് പറ്റില്ല. പേടിച്ച് വിറച്ച് കണ്ണുകളിൽ നിന്ന് എൻ്റെ ശരീരം പൊത്തിപ്പിടിച്ചുള്ള ജീവിതം ഞാൻ മടുത്തു. ഞാൻ ആ വീട്ടിലേക്ക് ഇനി ഇല്ല. പറഞ്ഞു പൊട്ടിക്കരഞ്ഞു പോയവൾ ഒരു താങ്ങിനെന്നോണം പിന്നിലെ തൂണിലേക്ക് ചാരി നിന്നു. ഉടൽ വിറച്ച് കണ്ണുകൾ പിന്നിലേക്ക് മറിഞ്ഞ് താഴെ വീഴാനായി പോയവളെ താങ്ങാൻ മഹാദേവനോടൊപ്പം തന്നെ മംഗലത്തെ വീട്ടുകാർ മുഴുവനും ഉണ്ടായിരുന്നു. പേടിച്ചു പോയല്ലോ മോളെ. കണ്ണു തുറന്നപ്പോൾ വൈശാഖി ആദ്യം കണ്ടത് ലക്ഷ്മി അമ്മയുടെ മുഖമായിരുന്നു. അവരുടെ കണ്ണുകളൊക്കെ കരഞ്ഞത് പോലെ വീങ്ങിത്തെറ്റിയിരുന്നു. അത് തന്നെക്കുറിച്ച് ഓർത്താണെന്ന് അവർ പറയാതെ തന്നെ വൈശാഖി മനസ്സിലാക്കിയിരുന്നു. കൊച്ചെ, എങ്ങനുണ്ടടി ഇപ്പോൾ? പൊടുന്നനെയാണ് തൊട്ടടുത്ത് നിന്നും മറ്റൊരു പരിചിതമായ ശബ്ദം അവൾ കേൾക്കുന്നത്. നോക്കുമ്പോൾ ബാലുവാണ്. ആ മുഖത്ത് നിറയെ ആശങ്ക പടർന്നിരുന്നു. ഓക്കെയാണ് ബാലു, അവൾ മെല്ലെ പറഞ്ഞുകൊണ്ട് ചുറ്റിനും നോക്കിയപ്പോഴാണ് മംഗലത്ത് വീട്ടുകാർ എല്ലാവരും തനിക്ക് ചുറ്റും കൂടി നിൽപ്പുണ്ടെന്നുള്ള കാര്യം വൈശാഖി മനസ്സിലാക്കിയത് തന്നെ. മുത്തശ്ശി തനിക്കരികിലായി കട്ടിലിരിപ്പുണ്ട്. വിഷ്ണു ആണെങ്കിൽ ബെഡിൻ്റെ ക്രാസിയിൽ പിടിച്ചുകൊണ്ട് തൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അവളുടെ കണ്ണുകൾ ഏറ്റവും ഒടുവിലായി ആർത്തിയോടെ നീണ്ടു ചെന്നത് ബാലുവിൻ്റെ പിന്നിലായി നിന്നിരുന്ന മഹാദേവൻ്റെ മുഖത്തേക്കായിരുന്നു. പക്ഷെ ആളിൻ്റെ മുഖത്തെ ഭാവങ്ങൾ അറിയാൻ അവളെക്കൊണ്ട് പറ്റുന്നുണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. എൻ്റെ കൊച്ചെ, ഞങ്ങളൊക്കെ അങ്ങ് പേടിച്ചു പോയി കേട്ടോ. ഞങ്ങളൊക്കെ ഇല്ലേടി നിനക്ക്? ഇങ്ങനെ അങ്ങ് സങ്കടപ്പെട്ടാലോ? പത്മാവതി അപ്പോഴേക്ക് അവളുടെ കൈ കവർന്നുകൊണ്ട് പദം പറഞ്ഞു തുടങ്ങിയിരുന്നു. വൈശാഖിക്ക് എന്തോ ആ വാക്കുകൾ കേട്ടപ്പോൾ കണ്ണും മനസ്സും ഒരുപോലെ നിറഞ്ഞുപോയി. തനിക്ക് വേണ്ടി ഒരു വീട്ടുകാർ മുഴുവനും തന്നെ സ്നേഹിക്കുവാനും തന്നെ മനസ്സിലാക്കുവാനും വേണ്ടി ഈശ്വരൻ പടച്ചു വിട്ടിരിക്കുന്നവർ. അവൾക്ക് അവരോട് ഒരുപാട് നന്ദി തോന്നി. അതവളുടെ നോട്ടത്തിലും പ്രകടമായിരുന്നു. ആശുപത്രി പോണോ കൊച്ചേ? വയ്യാഴിക വല്ലതും ഇപ്പം തോന്നുന്നുണ്ടോ നിനക്ക്? സാരിയുടെ കോന്തല കൊണ്ട് മുഖം അമർത്തി തുടച്ച് ലക്ഷ്മി അവളുടെ അരികിലേക്ക് ചെന്നിരുന്നുകൊണ്ട് തിരക്കി. വേണ്ട ലക്ഷ്മി അമ്മേ, ഇപ്പം കുഴപ്പമൊന്നുമില്ല. കൈകൾ രണ്ടും ബെഡിൽ കുത്തിപ്പിടിച്ച് വൈശാഖി എഴുന്നേറ്റിരിക്കാനുള്ള ഒരു ശ്രമം നടത്തി. കുറച്ചുകൂടെ കിടന്നോളൂ കൊച്ചേ. കരുതലോടെയുള്ള ഒരു ശകാരത്തോടു കൂടിയാണ് ബാലു ചെന്ന് അവളെ എഴുന്നേൽപ്പിച്ച് കട്ടലിൻ്റെ ക്രാസിയിലേക്ക് ചാരിയിരുത്തിയത്. കിടക്കാൻ തോന്നുന്നില്ല ബാലു.
അത്രയും പറഞ്ഞിട്ട് പെണ്ണ് നോക്കിയത് മഹാദേവന്റെ മുഖത്തേക്കായിരുന്നു. ആളിപ്പോഴും ചോദ്യമോ പറച്ചിലോ ഒന്നും നടത്താതെ നിൽക്കുകയാണ്. അവൾക്ക് അവൻ്റെ നിൽപ്പ് കണ്ടിട്ട് കുഞ്ഞൊരു പരിഭവം തോന്നി. ഒന്നുമില്ലെങ്കിലും ഞാനിപ്പോൾ സാറിൻ്റെ ഭാര്യയല്ലേ, നീ ഓക്കെ ആണോന്ന് ഒരു വാക്ക് സാറിന് എന്നോട് ചോദിക്കായിരുന്നില്ലേ? അവൾ പിണങ്ങിയിരുന്നു. കുടിക്കാൻ എന്തേലും എടുക്കട്ടെ മോളെ? ലക്ഷ്മി അവളുടെ നെറുകയിലൊന്ന് തഴുകി വിട്ടുകൊണ്ട് ചോദിച്ചു. ഒന്നും വേണ്ട ലക്ഷ്മി അമ്മേ. അവൾ തിരിച്ച് മറുപടി പറഞ്ഞു തുടങ്ങിയില്ല. അതിനു മുൻപേ തന്നെ മഹാദേവൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് അവൾക്ക് നേർക്ക് നീട്ടിയിരുന്നു. എന്തുകൊണ്ടോ അത് വേണ്ടെന്ന് പറയാൻ അവൾക്ക് തോന്നിയില്ല. കൈനീട്ടി വാങ്ങി അത് മുഴുവനും കുടിച്ചവൾ. അതിലവളുടെ പിണക്കോ അലിഞ്ഞു പോയിരുന്നു. ലക്ഷ്മി, മണി 10 കഴിഞ്ഞു കേട്ടോ. മോൾക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ. നീ വാ, നമുക്ക് അടുക്കളയിലേക്ക് പോകാം. കാര്യം ആളും പേരും ഒന്നുമില്ലാതെ ഇവരുടെ കെട്ട് നടന്നതെങ്കിലും ഒരു കുഞ്ഞു സദ്യയെങ്കിലും ഇവർക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണ്ടേ? എടാ മോനെ, നീ ഒന്ന് കൊച്ചിനെ നോക്കിക്കോണം കേട്ടോ. പെട്ടെന്ന് എന്തോ ഓർമ്മ വന്നതുപോലെ പത്മാവതി അവൾക്കരികിൽ നിന്ന് എഴുന്നേറ്റു. എന്നിട്ട് വൈശുവിൻ്റെ കാര്യം ബാലുവിനെ ഏൽപ്പിച്ചിട്ട് ലക്ഷ്മിയെയും കൂട്ടി ആ മുറിയിൽ നിന്നും പുറത്തേക്ക് നടന്നു. ഒരു കോൾ വന്നതുകൊണ്ട് അവർക്ക് പിറകെ തന്നെ മഹാദേവനും പോയി. എടാ, നീ ഇവക്ക് കൂട്ടിരിക്കുവോ? വിഷ്ണുവിനെ നോക്കി ബാലു പൊടുന്നനെ തിരക്കി. ഞാനിരിക്കും, അവൻ ചാടി കയറി പറഞ്ഞു. ഞാൻ അടുക്കളയിലേക്ക് പോവാ കൊച്ചെ. അവരെ കൊണ്ട് ഈ കുറച്ചു സമയം കൊണ്ടൊന്നും കൂട്ടിയാ കൂടില്ല. നിനക്കെന്തേലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇവനോട് പറയണേടി. പെണ്ണിൻ്റെ കവിളിലൊന്ന് തട്ടിയിട്ട് ബാലു ചിരിച്ചു. ചിരിയോടെ തലയാട്ടി കാട്ടിയവളെ കണ്ട് മനസ്സ് നിറഞ്ഞാണ് ഭാസ്കരൻ അടുക്കളയിലേക്ക് നടന്നത് തന്നെ. ചേച്ചി. അത്രയും നേരം മിണ്ടാതെ നിന്ന വിഷ്ണു അപ്പോഴേക്കും വൈശാഖിയുടെ അടുത്തേക്ക് ചെന്നിരുന്നു. എന്താ വിഷ്ണു? അവൾ ചിരിച്ചു. ചേച്ചി പൊളിച്ചു കേട്ടോ. ഉഫ്, എന്തായിരുന്നു ഡയലോഗൊക്കെ. ചേച്ചിയുടെ അച്ഛനും അമ്മയൊക്കെ കണ്ണും മിഴിച്ച് നോക്കിയിരിക്കുന്ന കണ്ടു. വിഷ്ണു ആവേശത്തോടെ ഓരോന്നും വിവരിച്ചു. അത് കേട്ടപ്പോഴാണ് അന്ന് രാവിലെ വീട്ടിലുണ്ടായ സംഭവവികാസങ്ങളെക്കുറിച്ച് അവൾക്ക് ഓർമ്മ വന്നതുപോലും. ആ ഓർമ്മയിൽ അവളൊന്ന് ഞെട്ടുകയും ചെയ്തു. അവർ വന്നതും തന്നെ ബലമായിട്ട് കൂടെ കൊണ്ടുപോകാനായി ശ്രമിച്ചതും തൻ്റെ കഴുത്തിൽ കിടക്കുന്ന താലി പൊട്ടിക്കാൻ വന്നതുമൊക്കെ വൈശുവിനൊരു റീല് കാണുന്നത് പോലെ മനസ്സിൽ കൂടി ഓടിപ്പോയി. സഹിക്കാൻ വയ്യാതെ ആയപ്പോഴാണ് താലി പൊട്ടിക്കാൻ വന്ന അച്ഛനെ താൻ പിടിച്ചു തള്ളിയത്. ഉള്ളിലുള്ള സങ്കടങ്ങൾ അപ്പോഴേക്കും തികട്ടി വന്നിരുന്നു. എന്തൊക്കെയാണ് അവരുടെ മുഖത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞതെന്ന് പോലും ഓർമ്മയില്ല തനിക്ക്. മകളായ തൻ്റെ അവസ്ഥ അവർ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നൊരു സങ്കടമായിരുന്നു. പിന്നീട് ബോധം പോയത് മാത്രം ഓർമ്മയുണ്ട്. പിന്നെ എപ്പോഴാണ് എഴുന്നേൽക്കുന്നത്? ഇതിനിടയിൽ എന്തൊക്കെ നടന്നോ ആവോ? അവരൊക്കെ പോയിട്ടുണ്ടാവുമോ? അതോ വീണ്ടും ഇവിടെയുള്ളവരോട് വഴക്കുണ്ടാക്കിയോ എന്തോ? അവളുടെ ഉള്ളിൽ കൂടി നോടിയിടയിൽ പല സംശയങ്ങളും കടന്നുപോയി. അവൾ മുൻപിലിരിക്കുന്ന വിഷ്ണുവിനെ ഉറ്റുനോക്കി. അവനിൽ നിന്ന് എന്തെങ്കിലും അറിയാൻ പറ്റിയാലോ? വിഷ്ണു. അവൾ അവനെ നോക്കി പ്രതീക്ഷയോടെ വിളിച്ചു. എന്താ ചേച്ചി? ചെക്കൻ്റെ മുഖത്ത് നിഷ്കളങ്കതയായിരുന്നു ആ നേരം. അവരെല്ലാം പോയോ? ഉള്ളിൽ അവരെക്കുറിച്ച് അറിയുവാനുള്ള ആകാംക്ഷയുണ്ടായിരുന്നു പെണ്ണിൽ. പോയതല്ല, പറഞ്ഞു വിട്ടതല്ലേ? ചെക്കൻ്റെ മറുപടി നിമിഷ നേരം കൊണ്ടായിരുന്നു, അതും പൊട്ടിച്ചിരിച്ചുകൊണ്ട്. പറഞ്ഞു വിട്ടെന്നോ? ആര്? അവളുടെ മനസ്സിൽ പൊടുന്നനെ ഒരു അപകടമണി മുഴങ്ങി. എൻ്റെ അച്ഛനും ഏട്ടനും കൂടി, അല്ലാതാരാ? വിഷ്ണുവിനത് പറയുമ്പോൾ ഒരു ചിരിയായിരുന്നു. വിഷ്ണു, നീ കാര്യം പറ, ഇവിടെ എന്താ സംഭവിച്ചേ? അവൻ്റെ ആ ചിരി കൂടി കണ്ടപ്പോഴേക്കും വൈശാഖിക്ക് ഉറപ്പായിരുന്നു താൻ ബോധം വീണ് കഴിഞ്ഞിട്ടും ഇവിടെ എന്തൊക്കെയോ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം. ചേച്ചി ബോധം കിട്ടില്ലേ? ചേച്ചിയെ പിടിച്ച് അച്ഛനും ചേട്ടനും കൂടി അകത്തേക്ക് കിടത്താൻ വേണ്ടി തുടങ്ങിയപ്പോഴേക്കും അവർ വീണ്ടും ബഹളം വെച്ച്. ചേച്ചി ഈ വീട്ടിൽ കിടത്താൻ പാടില്ലെന്നായിരുന്നു അവരുടെ പറച്ചിൽ. പക്ഷേ ഉണ്ടല്ലോ ചേച്ചി, ദേവേട്ടനൊരൊറ്റ നോട്ടത്തിലാ ചേച്ചിയുടെ അച്ഛനെയും അമ്മയെ ഒതുക്കിക്കളഞ്ഞ്. എന്നിട്ട് അടുത്തുള്ള ആശുപത്രിയിലെ ഡോക്ടറിനെ ഫോൺ ചെയ്ത് വിളിച്ചു വരുത്തി. ഡോക്ടർ വന്ന് ചേച്ചിക്ക് ഇഞ്ചക്ഷൻ തന്നു കേട്ടോ, പേടിക്കേണ്ടെന്ന് പറയുകയും ചെയ്തു. എന്നിട്ടുണ്ടല്ലോ ചേച്ചി, ഡോക്ടർ ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴേക്കും അവർ പിന്നെയും വഴക്കിന് വന്ന്. ആ ദീപക്കിനായിരുന്നു കൂടുതൽ സുഖേട്. അവൻ ചേച്ചിയെക്കുറിച്ച് എന്തൊക്കെയോ വൃത്തികേടുകൾ പറഞ്ഞു. ദേവേട്ടനും അച്ഛനും ദേഷ്യം വന്നേ. പക്ഷേ ഒരു സൂത്രം ഉണ്ടായി കേട്ടോ ചേച്ചി. ചെക്കൻ ഒരു സിനിമാ കഥ പറയുന്നത് പോലെ വിശദീകരിക്കുകയാണ്. വൈശാഖിയാണെങ്കിൽ നെഞ്ചെരിപ്പോടെ കേട്ടിരിക്കുകയും ചെയ്യുന്നു. ദേവേട്ടനില്ലേ ചേച്ചി,
ദേവേട്ടൻ ആ ദീപക്കിൻ്റെ അടുത്ത കാലും എൻ്റെ ഏച്ചി അതൊന്ന് കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു. എൻ്റെ ദേവേട്ടൻ ഇങ്ങനെ ഒരാളെ കയറി പെരുമാറുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുക. ഹോ, ഒരു കല്യാണം കഴിച്ചെന്ന് വെച്ച് ഒരാൾ ഇങ്ങനെയൊക്കെ മാറുമോ? എനിക്കതങ്ങോട്ട് ശരിക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. വിഷ്ണു മുഖം അമർത്തി ചിരിച്ചതും ആ ചിരി മെല്ലെ വൈശാഖിയുടെ ചുണ്ടുകളിലേക്കും പടർന്നിരുന്നു. മനസ്സിലുണ്ടായിരുന്ന കാർമേഘം മൊത്തം നീങ്ങി അവിടെ വെയിൽ തെളിഞ്ഞു വന്നതുപോലെയായിരുന്നു വൈശുവിന്. എന്നിട്ടുണ്ടല്ലോ ചേച്ചി, ദേവേട്ടനെ തടയാൻ വന്ന ചേച്ചിയുടെ അച്ഛനെ അമ്മയുടെ മുഖത്ത് നോക്കി ദേവേട്ടൻ ഒരു മാസ ഡയലോഗ് പറഞ്ഞു കേട്ടോ ചേച്ചി. സ്വന്തം മോളെ വീട്ടിൽ കയറി വന്ന് ശ്രമിച്ച ആ മോനെ കൊണ്ട് തന്നെ കെട്ടിക്കാൻ കാണിച്ച നിങ്ങളുടെ മനസ്സിന് ഒരു വലിയ നമസ്കാരം തരണമെന്ന്. ഒരു കൊച്ചിനെ പെറ്റിട്ടിട്ട് അതിന് തിന്നാനും കുടിക്കാനും കുറേ കാശും കൊടുത്ത എല്ലാമായി എന്ന് കരുതുന്ന നീയൊക്കെ ഒരു തന്തയും തള്ളയാണോടാന്ന്. പിന്നെ ഒന്നുകൂടെ പറഞ്ഞു ചേച്ചി, വൈശാഖി ഇപ്പോൾ വൈശാഖി രാജശേഖർ അല്ലെന്നും വൈശാഖി മഹാദേവനാണെന്നും. അതുകൊണ്ട് അവളുടെ പേരും പറഞ്ഞ് മംഗലത്ത് വീണ്ട പടി ചവിട്ടരുതെന്നും. എൻ്റെ ചേച്ചി, അന്നേരം ചേച്ചിയുടെ അച്ഛനെ അമ്മയും മുഖം ഒന്ന് കാണേണ്ടായിരുന്നു. ഹോ, പകച്ചു പണ്ടാരമടങ്ങി നിൽക്കുക എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതായിരുന്നു അവരുടെ അവസ്ഥ. എന്താണേലും ആ ചട്ടുകാലിനെ എടുത്ത് വണ്ടി ഇട്ടുകൊണ്ട് അവർ പോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഏട്ടൻ പറഞ്ഞൊക്കെ ചേച്ചിയുടെ അച്ഛനെയും അമ്മയുടെയും മനസ്സിൽ എവിടേക്കോ കൊണ്ടിട്ടുണ്ടെന്നാ. വിഷ്ണു അവളുടെ മുൻപിലിരുന്ന് താടിയിൽ വിരലൂന്നി. കേട്ടതെല്ലാം സത്യമോ മിഥ്യമോ എന്നറിഞ്ഞ അവസ്ഥയിലായിരുന്നു ആ നേരം വൈശാഖി. കുറച്ച് നിമിഷങ്ങൾ ശ്വാസം പോലും വിടാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു അവൾ. സാറ് ദീപക്കിൻ്റെ കാല് എനിക്ക് വേണ്ടി എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മുഖത്ത് നോക്കി സംസാരിച്ചെന്ന്, വയ്യാതായി എന്നെ കയ്യിൽ കോരിയെടുത്ത് ബെഡിൽ കൊണ്ടുപോയി കിടത്തിയെന്ന്, ഡോക്ടറിനെ വിളിപ്പിച്ചെന്ന്. ഓരോന്നും ചിന്തിക്കുമ്പോൾ സന്തോഷം സഹിക്ക വയ്യാതെ കുളിര് കോരിയ അവസ്ഥയിലായിരുന്നു പെണ്ണ്. നാണത്തോടെ വൈശുവിൻ്റെ വിരലുകൾ കഴുത്തിൽ കെട്ടിയിരിക്കുന്ന താലിയുടെ മുകളിൽ കോർത്തുപോയി. പെട്ടെന്ന് വൈശാഖി ഒരു നിമിഷം കണ്ണുകൾ അടച്ചിരുന്നു. ആ സുന്ദര മുഹൂർത്തം അവളുടെ ഓർമ്മയിലേക്ക് ഓടിപ്പാഞ്ഞെത്തിയതും പെണ്ണിൻ്റെ കവിളിണകളിൽ നാണത്തിൻ്റെ ചെഞ്ചോപ്പ് വിടർന്നിരുന്നു. അപ്പോൾ ഇന്നത്തെ കഴിഞ്ഞുവിട കേട്ടോ. നാളത്തെ പാട്ടുമായിട്ട് നാളെ വരാവേ. അപ്പോൾ അതുവരെ ഗുഡ് നൈറ്റ്.